കോട്ടയം ജില്ലയിലെ കിഴക്കേ അതിർത്തിയിലുള്ള ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം കുടിയേറ്റ ഗ്രാമമായ മുണ്ടക്കയം. മണിമലയാറിന്റെ തീരത്തുള്ള ഒരു ചെറിയ സുന്ദര പട്ടണം. പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെക്കാളും ആകർഷിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനുള്ള ഊർജത്തിന്റെ അത്ഭുത സ്രോതസ് ലഭിക്കുന്നത് സ്വർഗം കൊത്തിവെച്ച പോലെയുള്ള 3 ദേവാലയങ്ങളിൽ നിന്നാണ്. സീറോ മലബാർ റീത്തിലുള്ള വ്യാകുലമാതാ ഫൊറോന പള്ളി, ലത്തീൻ റീത്തിലുള്ള സെന്റ് മേരീസ് ദേവാലയം, സീറോ മലങ്കര റീത്തിലുള്ള സെന്റ് ജോസഫ്സ് ചർച്ച്. ദൈവാത്മാവിനാൽ രൂപം പ്രാപിച്ച സഭയിൽ കൂട്ടായ്മയുടെ ഒരു പുത്തൻ പന്തക്കൂസ്ത ഈ 3 ദേവാലയങ്ങളും ചേർന്ന് ഇവിടെ വർഷം തോറും ആഘോഷിക്കുന്നു. സീറോ മലബാർ സഭയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വ്യാകുലമാതാ ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. തനിച്ചാഘോഷിക്കാനല്ല, തങ്ങളുടെ അയൽ ഇടവകകളിലെ വൈദികരെയും ജനങ്ങളെയും സ്വീകരിക്കാൻ, എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആഘോഷിക്കാൻ. അവർണ്ണനീയമായ ഒരു സ്വർഗീയ ആനന്ദം ദൈവാത്മാവിനാൽ ഇവിടമാകെ നിറയാൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഇവിടെ മുണ്ടക്കയത്ത് സംയുക്ത തിരുനാളിൻ്റെ ആഘോഷത്തിലാണ്. അതിൻ്റെ കൂടെ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളിയുടെ ഒരു ചെറിയ ചരിത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹമെന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് CMS അല്ലെങ്കിൽ ഇപ്പോഴത്തെ CSI സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈസ്തവ കൂട്ടായ്മയായിരുന്നു. അതിനുശേഷം 1850കളിലാണ് ഇവിടെ ലാറ്റിൻ ക്രിസ്ത്യാനികളുടെ ഒരു സാന്നിധ്യമുണ്ടായത്. 1902 മുതൽ ഹെൻറി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ലാറ്റിൻ കമ്മ്യൂണിറ്റി രൂപീകൃതമാവുകയും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മുണ്ടക്കയം വ്യാകുലമാതാ ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തായിരുന്നു ആദ്യത്തെ അവരുടെ ദേവാലയം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 1915 ആയപ്പോഴത്തേക്കും ഇപ്പോഴുള്ള ടൗൺ ഭാഗത്തുള്ള ആ പള്ളിയും അവിടുത്തെ സംവിധാനങ്ങളുമെല്ലാം ആയി. ആ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ നസ്രാണി സമൂഹം അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അടുത്തുള്ള വെളിച്ചാനി സെൻറ് തോമസ് പള്ളിയിലായിരുന്നു. അവിടെ പോക്ക് വരവ് ദുഷ്കരമായപ്പോൾ അന്നുണ്ടായിരുന്ന രൂപതാധ്യക്ഷനോട്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിരുന്നു, അന്നുണ്ടായിരുന്ന രൂപതാധ്യക്ഷനോട് ഈ ഇവരുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയിക്കുകയും രൂപതാധ്യക്ഷൻ ഇവിടെ ഒരു പുതിയ ഇടവക തുടങ്ങാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ അന്ന് ലാറ്റിൻ പള്ളിയുടെ കീഴിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പള്ളിയും ഏതാണ്ട് 2 ഏക്കർ സ്ഥലവും 1000 രൂപയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ സീറോ മലബാർ സഭയുടെ നസ്രാണി സുറിയാനി സഭയുടെ ഒരു ദേവാലയം തുടങ്ങുകയും ഇടവക സംവിധാനത്തിലേക്ക് വരികയും ചെയ്തത്. 1930കളിലാണ് ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇടവകയായിട്ട് മാറുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വളരെ നല്ല രീതിയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയായിട്ട് തിരിഞ്ഞു. അതിനുശേഷം ഇത് ഫൊറോന ആയിട്ട് മാറി. ഇന്ന് വളരെ ഈ മുണ്ടക്കയം പ്രദേശത്തുള്ള ഒരു വലിയ ഇടവകയായിട്ട് ഏതാണ്ട് 800ഓളം വീട്ടുകാരുള്ള ഒരു വലിയ ഇടവകയായിട്ട് ഈ ഫൊറോന പള്ളി ഇന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് തുടങ്ങി 4 ദിവസത്തേക്ക് 3 രൂപതകളിലെ ഏതാണ്ട് 1650ഓളം കുടുംബങ്ങളുടെ ഒരു അപൂർവമായ കൂട്ടായ്മയാണ് നടക്കുവാൻ പോകുന്നത്. അതിനായി ഈ മുണ്ടക്കയം പ്രദേശം തന്നെ തയ്യാറായി കഴിഞ്ഞു. കേരള സഭാചരിത്രത്തിലെ സ്വർഗീയമായ അപൂർവ നിമിഷങ്ങളിലേക്ക് നമുക്കും പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇതുപോലൊരു പരിശുദ്ധ കൂട്ടായ്മയുടെ ഭാഗമാകാൻ അതിയായ ആത്മദാഹത്തിന് ഇവിടെ ഞങ്ങളുടെ സംയുക്ത
തിരുനാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 ദേവാലയങ്ങളിലും റീത്ത് മാറിയുള്ള ബലിയർപ്പണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ബലിയർപ്പണം ഇന്ന് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഈ മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളിയിൽ ഇന്ന് നടക്കുകയാണ്. ഇന്നിവിടെ ആയിരിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് മഞ്ചാടിയച്ചനാണ്. മലങ്കര സഭയിലെ മുണ്ടക്കയം സെൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരിച്ചനാണ്. ഇത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പിൽ ഇവിടെ വിജയപുരം രൂപതയുടെ കീഴിലുള്ള മുണ്ടക്കയം സെൻറ്റ് മേരീസ് ലാറ്റിൻ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചനാണ്. ഇന്ന് ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലി മലങ്കര ക്രമത്തിലായിരിക്കും. അതിന് മുഖ്യ കാർമ്മികനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചനാണ്. ഫിലിപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ 3 ഇടവകളിലെയും ആൾക്കാർ മുഴുവൻ ഇവിടെ സന്നിഹിതരാണ്. ഒന്നു ചേർന്ന് ഞങ്ങൾ ബലിയർപ്പിക്കുകയാണ്. ഏതാണ്ട് 39 വർഷമായിട്ട് തുടരുന്ന ഒരു പാരമ്പര്യമാണ്. എനിക്ക് തോന്നുന്നു വേറെ ലോകത്ത് തന്നെ ഈ വിധത്തിൽ ഒരു ബലിയർപ്പണവും ഒരു സംയുക്ത തിരുനാളാഘോഷവും കൂട്ടായ്മയും ഉണ്ടോ എന്ന് സംശയമാണ്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയും. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഒക്കെ ഒന്നുകൂടെ ഓരോ ദിവസവും ചെല്ലുന്തോറും അരക്കിട്ടുറപ്പിക്കുവാനായിട്ട് ഈ തിരുനാളാഘോഷങ്ങൾ കാരണമാകുന്നുണ്ട്. നമുക്കറിയാം, 2ാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഭകളുടെ കൂട്ടായ്മയാണ്. ആ സഭകളുടെ കൂട്ടായ്മ എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ വന്നപ്പം മുതൽ എനിക്കത് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 25 വർഷം മുമ്പ് ഞാനിവിടെ കൊച്ചച്ഛനായിട്ട് ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അന്നും ഇതുപോലുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു, ഈ കൂട്ടായ്മകളുണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്കറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട മഞ്ചാടി അച്ഛനെയും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഹെൻറി അച്ഛനെയും ഹൃദ്യമായിട്ട് ഈ ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഹെൻറി അച്ഛൻ ലാറ്റിൻ പള്ളിയിലെ സെൻറ്റ് മേരീസ് പള്ളിയിലെ വികാരിച്ചനാണ്. അച്ഛൻ ഇനി ഇതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കും. താങ്ക് യു ജോസച്ച. 39 വർഷമായിട്ട് ഈ മുണ്ടക്കയം 3 ദേവാലയങ്ങളുടെ 3 റീത്തിൽപ്പെട്ട ദേവാലയങ്ങളുടെ സംയുക്ത തിരുനാൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പം മുതൽ എനിക്ക് വലിയൊരു നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റെങ്ങും ഇല്ലാത്ത, മറ്റ് സ്ഥലങ്ങളില്ലാത്തതായിട്ടുള്ളൊരു സവിശേഷതയാണ് ഈ തിരുനാളെന്ന് പറയുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് 3 റീത്തിൽപ്പെട്ട ജനങ്ങൾ ഒരേ പള്ളിയിൽ തന്നെയാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നീടുള്ള ജനങ്ങൾ ചിന്തിച്ച് കാണും, നമുക്കത് അതിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി തിരുനാളുകളെങ്കിലും സംയുക്തമായിട്ട് ആഘോഷിച്ചാൽ നന്നായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് തോന്നുന്നു. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പാണ് മുണ്ടക്കയം ഭാഗത്ത് ക്രിസ്ത്യാനികൾ, കത്തോലിക്കരുടെ ഒരു സമൂഹം ഉണ്ടായത്. അപ്പോൾ അതെല്ലാവരും ഒരു പള്ളിയിലായിരുന്നു. അത് ഈ ഭാഗത്തായിരുന്നു ആദ്യത്തെ പള്ളി. അത് കഴിഞ്ഞാണ് ലത്തിപ്പള്ളി മാറ്റി സ്ഥാപിച്ചത്. അത് കഴിഞ്ഞാണ് സെൻറ്റ് ജോസഫ് പള്ളി, മലങ്കര പള്ളി വന്നത്. അങ്ങനെ 3 പള്ളികളും അന്ന് മുതലുള്ള സൗഹാർദ്ദമാണിത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ 39ാമത് സംയുക്ത തിരുനാൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. സംയുക്ത തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് വിവിധ റീത്തുകളിലെ വിശുദ്ധ കുർബാനകൾ മാറി മാറി 3 ദേവാലയങ്ങളിൽ അർപ്പിക്കുക എന്നുള്ളത്. ഇത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഈ 3 ദേവാലയങ്ങളിലും ആളുകൾക്കെല്ലാം വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ സാധിക്കുക എന്നുള്ളത്. ഇന്ന് ഇവിടെ അർപ്പിക്കുന്നത് മലങ്കര സീറോ മലങ്കര ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയിലേക്ക് സഹകാർമ്മികരായി കടന്നു വന്നിട്ടുള്ളത് സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ, അതോടൊപ്പം വ്യാകുലമാതാ ദേവാലയത്തിലെ, സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ വികാരിമാരും അസിസ്റ്റൻ്റ് വികാരിമാരും 3 ദേവാലയങ്ങളിലെയും വിശ്വാസികളുമാണ് ഇവിടെയായിട്ടുള്ളത്. ദൈവത്തിന് നന്ദി പറയുവാനും കഴിഞ്ഞ 1 വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ചതിനും നടത്തിയതിനും ഈ മുണ്ടക്കയം പ്രദേശത്ത് നമുക്ക് ആയിരിക്കുവാൻ സാധിച്ചതിനുമൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ മുണ്ടക്കയം പ്രദേശത്തിൻ്റെ കണ്ണും കാതും ഹൃദയവും ഈ വ്യാകുലമാത ഫൊറോന പള്ളിയിലാണ്. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. നമ്മളുടെ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ റീത്ത് മാറിയുള്ള ബലിയർപ്പണം. ആ ബലിയർപ്പണം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഈ വർഷത്ത്
ഇവിടെ ഇന്ന് മലങ്കര ക്രമത്തിൽ ഈ സീറോ മലബാർ ദേവാലയത്തിൽ ഇന്ന് ബലിയർപ്പിക്കപ്പെടുകയാണ്. ഇന്ന് ഈ ബലിയർപ്പണത്തിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ മലങ്കര സെൻറ്റ് ജോസഫ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഫിലിപ്പ് മഞ്ചാടിയച്ചനാണ്. മഞ്ചാടിയച്ചനെയും സഹകാർമ്മികരായി ഇവിടെയുള്ള സീറോ മലബാർ സഭയുടെ കീഴിലുള്ള വ്യാകുലമാത ഫൊറോന പള്ളിയിലെ വൈദികരെയും വളരെ പ്രത്യേകിച്ച് നമ്മുടെ ലാറ്റിൻ റീത്തിൽപ്പെട്ട സെൻറ്റ് മേരീസ് മുണ്ടക്കയം സെൻറ്റ് മേരീസ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പരച്ചനെയും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന 3 ഇടവകളിൽ നിന്നും വന്നിരിക്കുന്ന സീറോ മലബാർ സഭയുടെ വ്യാകുലമാത ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ലാറ്റിൻ സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ കീഴിലുള്ള വിശ്വാസികളെയും മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിൽ നിന്നുള്ള സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നുള്ള ആൾക്കാരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ബലിയർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മുണ്ടക്കയം പ്രദേശത്ത് മാത്രമാണ് ഈ വിധത്തിലുള്ള ഒരു തിരുനാൾ ആഘോഷമുള്ളത്. അതായത് 3 റീത്തിൽപ്പെട്ട 3 ഇടവകക്കാർ സംയുക്തമായിട്ട് ചേർന്നുള്ള ഈ ബലിയർപ്പണവും ആഘോഷമായിട്ടുള്ള വിശ്വാസ പ്രഘോഷണ റാലിയുമൊക്കെ നടത്തുക. അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറൊരിടത്തോ ഇനി ലോകത്ത് തന്നെ ഇങ്ങനെ മറ്റൊന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കരുതുക. ദൈവത്തിൻ്റെ അനാദി മുതലെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം. നമ്മുടെ പൂർവികരുടെ കാലം തുടങ്ങി ആചരിച്ചു വരുന്ന ഈ തിരുനാൾ 39 വർഷത്തോളം ആയിട്ട് നമ്മളിത് ആചരിച്ചു വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങേ തലക്കിലുള്ള ആൾക്കാരെന്ന രീതിയിൽ ഇത് വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു നൽകുവാൻ നമുക്കാവണം ഈ കൂട്ടായ്മയുടെ സന്ദേശം. അതിന് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഈ ബലിയിലൂടെ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗപിതാവിന്റെ ഏകപുത്രനും വചനം രാജാവായ കർത്താവേ, തിരുനാൾ ദിന ദിവ്യബലി അർപ്പണത്തിൽ ഈ വർഷം സീറോ മലബാർ ദേവാലയത്തിൽ മലങ്കര റീത്തിലുള്ള കുർബാനയാണ് നടത്തപ്പെടുന്നതെങ്കിൽ അടുത്ത വർഷം ലത്തീൻ റീത്തിലുള്ള കുർബാനയായിരിക്കും അർപ്പിക്കപ്പെടുക. കത്തോലിക്ക സഭയുടെ അനുപമമായ സൗന്ദര്യത്തിൻ്റെ ഈ നേർക്കാഴ്ച കാണുന്ന നമ്മുടെ മനസ്സുകളിൽ പരിശുദ്ധാത്മ കൂട്ടായ്മയുടെ പുത്തൻ അഭിഷേകം നമ്മിൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 39 വർഷമായിട്ട് സംയുക്ത തിരുനാൾ ആഘോഷിച്ചു വരികയാണ്. 3 റീത്തിലെ പള്ളികളോട് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ തിരുനാൾ സംഗമം ഈ പ്രദേശം മുണ്ടക്കയം പ്രദേശത്ത് നാനാജാതി മതസ്ഥരായവർക്ക് പോലും ഒരു നല്ല അനുഭവവേദ്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് പോലെ ഈ പ്രദേശത്ത് ഏക മനസ്സോടെയുള്ള ഒരു കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി ഈ മുണ്ടക്കയം പ്രദേശത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രദേശമാക്കി തീർക്കുകയും സർവശക്തനായ ദൈവം ചെയ്തു തരുന്നുണ്ട്. മുണ്ടക്കയം സംയുക്ത തിരുനാൾ ആഘോഷത്തിന്റെ 2ാം ദിവസം സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദേവാലയം
ആത്മീയതയുടെ വൻ കൂട്ടായ്മയ്ക്കായി ഇവിടം ഒരുങ്ങിക്കഴിഞ്ഞു. വിജയപുരം ലത്തീൻ രൂപതയുടെ കീഴിലുള്ളതാണ് ഈ ദേവാലയം. എന്നാൽ ഇന്ന് ഇവിടെ സംയുക്തമായി അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി സീറോ മലബാർ ക്രമത്തിലുള്ളതാണ്. ഇടവക സ്ഥാപിതമായിട്ട് 100 വർഷങ്ങൾ തികയുകയാണ്. 1919 മെയ് മാസം 17-ാം തീയതിയാണ് ഇവിടെ കാനൂനികമായിട്ട് ഈ ഇടവക സ്ഥാപിതമായത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 1907 മുതൽ ഇവിടെ ഒരു ക്രൈസ്തവ വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു. എന്തയാറിലെ മർഫി സാഹിബാണ് അതിന് നേതൃത്വം കൊടുത്തത്. മർഫി സാഹിബ് അയർലൻഡുകാരനാണ്. അദ്ദേഹം നല്ലൊരു കത്തോലിക്കനായിരുന്നു. ഇവിടെ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ, മറ്റ് പ്ലാന്റേഷൻ എല്ലാം അദ്ദേഹം ആണ് ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഈ നാട്ടിലെല്ലാം റബ്ബർ കൃഷി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് ആളുകളെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും എല്ലാം ഇവിടെ കൊണ്ടുവരികയുണ്ടായി. ആ കൂട്ടത്തിൽ എറണാകുളത്ത് നിന്നും കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊല്ലത്തു നിന്നുള്ള കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികളും ഇവിടേക്ക് കടന്നു. അതുകൂടാതെ ഈ പ്രദേശത്തുള്ള കത്തോലിക്കരായിട്ടുള്ള മറ്റ് വിശ്വാസികളും ഉണ്ടായിരുന്നു. അവർക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുവാനായിട്ട് വൈദികരെ ആവശ്യമായിരുന്നു. ഇപ്പോൾ മർഫി സാഹിബാണ് മുൻകൈ എടുത്ത് കോട്ടയത്ത് നിന്ന് OCD, അതായത് കർമ്മലീത്ത മിഷണറിമാരെ ഈ പ്രദേശത്തേക്ക് ക്ഷണിച്ചത്. എന്തയാറിലുള്ള ഒരു ചാപ്പൽ, താൽക്കാലിക ചാപ്പലിലാണ് ആദ്യമേ കുർബാനയും കുദാശകളൊക്കെ ആരംഭിച്ചത്. 1919 മെയ് മാസം 17-ാം തീയതി ഒരു ഇടവകയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. 1966 മുതലാണ് മലയാളി വൈദികർ ഇവിടേക്ക് കടന്നു വന്ന് ഈ പള്ളിയുടെ വികാരിസ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ളത് ഫാദർ ഫെലിച്ചിസിമോസ് എന്ന പേരുള്ള ഒരു വൈദികനായിരുന്നു. മലങ്കര പള്ളി പിന്നീടാണ് ഉണ്ടായത്. അങ്ങനെ 3 വ്യത്യസ്തമായ റീത്തുകളിൽ 3 ഇടവകകൾ ഇവിടെ സ്ഥാപിതമാവുകയും പ്രവർത്തിച്ച് വലുതാവുകയും ചെയ്ത് 39 വർഷങ്ങൾക്ക് മുമ്പേ അന്നത്തെ വികാരിമാർ ആലോചിച്ച് നമുക്ക് സംയുക്തമായിട്ട് തന്നെ നമ്മുടെ പെരുന്നാളുകൾ നടത്താം എന്ന് തീരുമാനിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ ഈ തിരുനാളുകൾ സംയുക്തമായിട്ട് നടത്തുകയും ചെയ്തു പോന്നു. നമ്മുടെ 3 പള്ളികളുടെയും 3 റീത്തിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള സംയുക്ത തിരുനാളിൻ്റെ 2ാം ദിവസം ദിവ്യബലി അർപ്പിക്കുകയാണ് സംയുക്തമായിട്ട്. ദൈവത്തിൻ്റെ ഈ വലിയ ദാനത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നിവിടെ ബലി അർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന യാഗുരമാതാ ഫ്രോനപ്പള്ളി വികാരിയച്ചൻ, റവറൻ ഫാദർ ജോസ് പറപ്പള്ളിയച്ചന് എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ മലങ്കര സെൻറ്റ് ജോസഫ് പള്ളി വികാരിയച്ചൻ, മുഞ്ചാടിയച്ചനും എല്ലാം പേരിലുള്ള സ്വാഗതം അർപ്പിക്കുകയാണ്. മറ്റ് സഹവികാരിമാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും 3 ഇടവകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും കൊയർ ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി സ്വർഗം ഭൂമിയിൽ ആഗതമാകുന്ന സമയമാണിത്. ആദിമസഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു വന്നതിൻ്റെ ഫലമായുള്ള അതേ കൂട്ടായ്മ അനുഭവം ഇവിടെ ഈ മുണ്ടക്കയത്തും സംഭവിക്കുന്നു. മറ്റെന്തിനേക്കാളും പ്രാധാന്യം ക്രിസ്തുവിനാണ് എന്ന സന്ദേശമാണ് ഈ ദിവ്യബലിയിലൂടെ ദൈവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. സഹോദരനെയും അയൽക്കാരനെയും തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കർത്തൃസ്നേഹം എല്ലാവരിലും ഉളവാകുന്നു. ഇപ്പോൾ
പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ, സാധാരണ ഞാനിപ്പോൾ പള്ളിയിൽ കൂടെ നിൽക്കുന്ന ആളല്ല, പക്ഷേ ചിലപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ചതാവും, എൻ്റെ കൂടെ കളിച്ച് വളർന്നതാവും, അങ്ങനത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പം പ്രത്യേക ഒരു ബോണ്ടിങ് അനുഭവപ്പെടുകയാണ്. വല്ലാത്തൊരു ആത്മീയ അനുഭവമാണ് എനിക്കതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ തിരുനാളിലൂടെ യുവജന കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടായി വരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. 22 വർഷങ്ങൾക്ക് ഏറെയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഞങ്ങളുടെ 3 റീത്തിലുള്ളത്. ലത്തീന്, സുറിയാനി, മലങ്കര റീത്തുകളിൽ എല്ലാ യൂത്തുകളും ഇപ്പോൾ ഒന്നുചേർന്നിരിക്കുകയാണ്. നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നുചേർന്നിരിക്കുന്നത്. മെയിൻലി നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണ് കൂടുതലും ഒന്നുചേരാൻ ശ്രമിക്കുന്നത്. ബാക്കി എവിടെയാണെങ്കിലും എല്ലാ അംഗങ്ങളും വന്നു ചേരുന്നത്. പുതിയ കാര്യങ്ങൾ നമ്മൾ പെരുന്നാളിനനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇപ്പം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ 3 രീതിയിലുള്ള യുവാക്കൾ ഒരുമിച്ച് കൂടുന്തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 രീതിയായിട്ട് മാറി നിൽക്കാതെ ഞങ്ങളെന്നും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഇവരെല്ലാവരും തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇതിൻ്റെ പേരിലല്ല ഞങ്ങൾ പഠിക്കുന്നതും ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് കളിക്കുന്നവരും അങ്ങനെ ഞങ്ങൾ നേരത്തെ മുമ്പ് തന്നെ അറിയാവുന്നവരൊക്കെ തന്നെയാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇടവകയിലും രൂപതയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. 3 റീത്തുകളിലെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായ സന്തോഷവും പ്രത്യേക അനുഭവവുമാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്. ഈ 3 റീത്തുകളിലെയും വിശുദ്ധ കുർബാന മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. മൂന്ന് റീത്തുകളിലെയും വിശുദ്ധ കുർബാനയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ ശുശ്രൂഷ ക്രമങ്ങളുണ്ട്, അതിൻ്റേതായ പാരമ്പര്യമുണ്ട്. ഈ തിരുനാളിൽ ഇവയൊക്കെ ഒരുമിച്ച് നമുക്ക് കാണുവാനും അത് അനുഭവിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ഈ തിരുനാളിൻ്റെ വലിയ പ്രത്യേകതയാണ്. സംയുക്ത തിരുനാൾ 3-ാം ദിവസം മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല രൂപതയിൽപ്പെട്ട സെന്റ് ജോസഫ്സ് ചർച്ച്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള തിരുവല്ല അതിരൂപതയിലെ മുണ്ടക്കയം സെയിൻറ്റ് ജോസഫ് ദേവാലയമാണ് ഇത്. ഞാൻ ഫാദർ ഫിലിപ്പ് മഞ്ചാടിയിൽ 1953 മലങ്കര കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ മുണ്ടക്കയം പ്രദേശത്ത് ആരംഭിച്ചത്. 5 കുടുംബങ്ങളിൽ ആരംഭിച്ച ഈ കൂട്ടായ്മ 66 വർഷങ്ങൾ പിന്നിടുമ്പോൾ 121 കുടുംബങ്ങളായിട്ട് വളർന്നിരിക്കുകയാണ്. ഈ 66 വർഷം കൊണ്ട് ഈ ഇടവകയ്ക്ക് ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഇടവകയുടെ വളർച്ചയുടെ പ്രധാന ഒരു കാര്യമായി പറയാവുന്നത് പള്ളിയോട് ചേർന്നുള്ള സെയിൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളാണ്. 1981 സ്റ്റേറ്റ് സിലബസിൽ ആരംഭിച്ച ഈ സ്കൂൾ 39 വർഷങ്ങൾ പിന്നിടുമ്പോൾ CBSE സിലബസിൽ 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി വളർന്നിരിക്കുകയാണ്. ഈ 66 വർഷത്തെ ഇടവകയുടെ വളർച്ചയുടെ പിന്നിൽ വലിയ ത്യാഗം ഏറ്റെടുത്ത വൈദികരുണ്ട്, ഇടവക അംഗങ്ങളുണ്ട്, നമ്മുടെ പൂർവികരുണ്ട്. അവരെ എല്ലാവരെയും ഈ സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഈ മലങ്കര കത്തോലിക്ക ദേവാലയം തിരുനാൾ ശുശ്രൂഷകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ലത്തീൻ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയാണ് 3 രൂപതകളിൽപ്പെട്ട വൈദികർ ഒന്നിച്ചുകൂടി ഈ മലങ്കര ദേവാലയത്തിൽ അർപ്പിക്കുന്നത്. സഭകളുടെ ഐക്യത്തിൻ്റെ ഈ മാതൃക വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആത്മീയതയോടുള്ള അതിയായ ദാഹവും സമാധാനപരമായ സഹവർത്തിത്വവും സൃഷ്ടിക്കാൻ കഴിയുന്നു. നമുക്ക് ഈ ലോകത്തിലുള്ള സമസ്ത സഭകളുടെയും ഐക്യത്തിനായി പരിശുദ്ധാത്മാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സഭകൾ തമ്മിലുള്ള ഈ സ്നേഹവും സൗഹൃദവും സന്തോഷവും ലോകം മുഴുവൻ പടരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ.
വലിയ നോമ്പ് ആരംഭത്തിന് തലേ ആഴ്ചയിലാണ് ഈ സംയുക്ത തിരുനാൾ വർഷം തോറും നടത്തപ്പെടുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സംയുക്ത തിരുനാൾ ദിനങ്ങളിലെ 3-ാം ദിനമായ ഇന്ന് സീറോ മലങ്കര ദേവാലയത്തിൽ ലത്തീൻ കുർബാന നടക്കുമ്പോൾ അടുത്ത കൊല്ലം ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത് സീറോ മലബാർ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയാണ്. വൈവിധ്യം നിറഞ്ഞ ഈ കൂട്ടായ്മയുടെ പരിശുദ്ധാത്മ ശക്തി മുണ്ടക്കയം പ്രദേശമാകെ അലയടിക്കുന്നു. സഭകളുടെ കൂട്ടായ്മയാണെന്നുള്ള ഒരു വലിയ ദർശനത്തിൻ്റെ നേർക്കാഴ്ചയാണ് മുണ്ടക്കയം പ്രദേശത്ത് ആഘോഷിക്കുന്ന ഈ സംയുക്ത തിരുനാൾ. 3 റീത്തുകളിൽപ്പെട്ട വിശ്വാസികൾ ഒന്നിച്ചു ചേരുകയും ഹൃദയ ഐക്യത്തോടുകൂടി പരസ്പര സ്നേഹത്തിലും ധാരണയിലും നടത്തുന്ന ഈ സംയുക്ത തിരുനാൾ ഈ ഇടവക ജനത്തിന്, ഈ പ്രദേശത്തിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഏറെ വർഷങ്ങളായിട്ട് ഇത് തുടർന്നു പോവുകയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും അത് പുതിയ പുതിയ ദൈവാനുഭവങ്ങളുടെ വേദികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ആകർഷകത്വം എന്ന് പറയുക 3 റീത്തുകളിൽപ്പെട്ട പള്ളികളിൽ വ്യത്യസ്ത റീത്തുകളിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണമാണ്. അതിനുശേഷമുള്ള 3 റീത്തുകളും ഒന്നിച്ചുള്ള ഒരു വലിയ പ്രദക്ഷിണം, തിരുനാൾ പ്രദക്ഷിണം, അത് ഒരുപാട് ദൈവാനുഗ്രഹത്തിൻ്റെ മഴപ്പെയ്ത്തുകൾ സമ്മാനിക്കുന്ന ഒരു സമയമാണത്. സംയുക്ത തിരുനാൾ 4-ാം ദിനം. ഇന്നാണ് മുണ്ടക്കയം പ്രദേശമാകെ ക്രിസ്തീയ ഐക്യത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കത്തിപ്പടരുന്ന പവിത്ര ദിനം. സീറോ മലബാർ രൂപതയിലെ വ്യാകുലമാതാ ദേവാലയം മാതാവിൻ്റെ തിരുസ്വരൂപവുമായി അണിചേർന്നുകൊണ്ട് പ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതിന് തൊട്ടു പിന്നിലാണ് ലത്തീൻ രൂപതയിലെ വൈദികരും വിശ്വാസജനവും അണിചേരുക. പ്രദക്ഷിണത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ദർശിച്ച മറ്റൊരു അത്ഭുത കാഴ്ച, ഇത്രയും വിശ്വാസികൾ ഹൈവേയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ വശത്തുകൂടി പോകുന്ന വാഹനങ്ങളിലെ യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള മാർഗ തടസ്സങ്ങളോ അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതാണ്. അത് ഇവിടുത്തെ പോലീസ് മേധാവികളും നാട്ടുകാരും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. സീറോ മലബാർ വിശ്വാസികൾ പ്രദക്ഷിണമായി നീങ്ങിക്കഴിയുന്നതിൻ്റെ തുടർച്ചയെന്നോണം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവുമായി ലത്തീൻ സഭാ സമൂഹം പ്രദക്ഷിണമായി ഇറങ്ങുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ രൂപവുമായി ലത്തീൻ സഭയുടെ പ്രദക്ഷിണത്തിന് തൊട്ടു പിന്നിൽ അണിചേരുന്നതോടുകൂടി ക്രിസ്തീയ ഐക്യത്തിൻ്റെ മഹനീയ ശക്തി ഈ മുണ്ടക്കയത്ത് പൂർണ്ണരൂപം പ്രാപിക്കുന്നു. ഈ വൻ മുന്നേറ്റം വിജയിക്കാൻ കാരണം സീറോ മലബാർ, മലങ്കര, ലത്തീൻ രൂപതകളിലെ മേലധ്യക്ഷന്മാരുടെ പ്രാർത്ഥനാപൂർണമായ പ്രോത്സാഹനവും അനുഗ്രഹവുമാണ്. മൂന്ന് റീത്തുകളിലെ വിശ്വാസ സമൂഹത്തിൻ്റെ കരുത്തുറ്റ സംയുക്ത തിരുനാൾ വൻ വിജയമാകാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് ക്രിസ്തുവാകുന്ന സഭയിലെ ഈ അഭിഷിക്തരിലൂടെയാണ്. തിരുസഭയ്ക്കും വൈദികർക്കും വേണ്ടി സ്നേഹപൂർവ്വം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വരും തലമുറയുടെ നന്മയ്ക്കു വേണ്ടി, നല്ലൊരു നാളേക്കു വേണ്ടി. സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ വൈവിധ്യമായ പൂക്കൾ പോലെയാണ് ലോകത്തുള്ള ഓരോ സഭയും. ആ വലിയ പൂന്തോട്ടത്തിൻ്റെ പേരാണ് ക്രിസ്തു.